ഹായ് ശ്രീലക്ഷ്മി. ഹായ്. എങ്ങനെയുണ്ട് എന്റെ പുതിയ ബിസിനസ്? ഭാവിയുടെ താരമാണ് മോളെ ഇന്റർനെറ്റ്. അത് നമ്മുടെ നാട്ടിൽ ആദ്യം തുടങ്ങിയതോ ഈ ഡേവിഡ് കഞ്ഞാണി. അയ്യേ, ഇത് ഇമ്മോറൽ ട്രാഫിക് അല്ലേ? എന്ത് ട്രാഫിക്? ഇമ്മോറൽ. പാവം കുട്ടികൾ, അവർക്ക് ഒരുമിച്ച് വന്നിരിക്കാനുള്ള ഏക സ്ഥലമായത്. ഇന്റർനെറ്റ് ഉപയോഗിക്കാം, സ്വസ്ഥമായി സൊള്ളുകയും ചെയ്യാം, എനിക്ക് കാശും കിട്ടും. അയ്യേ. എന്തായേ? അല്ല, നീ എന്താ ഇവിടെ ബ്രൗസ് ചെയ്യണോ? എനിക്ക് ബ്രൗസ് ഒന്നും ചെയ്യണ്ട. അതെ, ഞാനൊരു കാര്യം ചോദിക്കാനാ വന്നേ. എന്താ കാര്യം? ഈ ഗിരിയേട്ടനും ചേട്ടനും ഒരുമിച്ച് പഠിച്ചാണല്ലേ? നീ കുറെ നാളായാലും ആലപനത്തെ പറ്റി ചോദിക്കുന്നു. എനിക്ക് പറയാൻ മനസ്സില്ല. മര്യാദക്ക് പറഞ്ഞാലേ ഞാൻ ഇത് വീട്ടിൽ പറഞ്ഞു കൊടുക്കും. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. അപ്പോഴേക്കും പണിഞ്ഞോ? പറയാം, ഒക്കെ പറയാം. എനിക്ക് വയസ്സറിയിച്ച കാലം മുതൽ അവനെ എനിക്കറിയാം. വയസ്സറിയിച്ചാലോ? അതെന്താ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമേ വയസ്സറിക്കാൻ പറ്റൂ? ഞങ്ങൾ ആണുങ്ങൾക്ക് അത് ബാധകടി. ഞങ്ങൾ മൂന്നുപേരും തിക് ഫ്രണ്ട്സ് ആയിരുന്നു. ഞാനും ഗിരിയും പിന്നെ അവളും. അവനും അവളും തമ്മിൽ മുടിഞ്ഞ പ്രേമവും. എന്നിട്ടെന്താ, എല്ലാ പെൺകുട്ടികളെയും പോലെ അമേരിക്കന്ന് നല്ലൊരു ആലോചന വന്നപ്പം അവള് കല്യാണം കഴിച്ചിട്ട് പോയി. അന്ന് മുതൽ ഗിരി എന്നോട് മിണ്ടാതുമായി. അതിന് ചേട്ടൻ എന്ത് ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല, എന്റെ അപ്പനാ ചെയ്തത്. അപ്പനോ? എടി അവളാടി, നിന്റെ അമേരിക്കനുള്ള കസിൻ, എന്റെ ഇരട്ട സഹോദരി ജൂലി കാഞ്ഞാണി. ജൂലി ചേച്ചി, കർത്താവേ, ഞാനും കഴിച്ചാണല്ലോ കല്യാണത്തിന് 2 പ്ലേറ്റ് ബിരിയാണി. അന്നൂരി മാറ്റിയതാ അവനാ ബുള്ളറ്റിന്റെ ബാക്ക് സീറ്റ്. മതി, പൊയ്ക്കോ, പിന്നെ ചൊല്ലാം. ശരി മോളെ, ഒരു 5-6 പേരെ പ്രേമിച്ചതിന്റെ ചെറിയ എക്സ്പീരിയൻസ് വെച്ച് പറയാം. ഒരു പെണ്ണ് പറ്റിച്ചിട്ട് പോയ ഒരാണിന് പിന്നെ ലോകത്തെ സകല പെൺകുട്ടികൾക്കും കലിയായിരിക്കും. അതും ആ പാവൻ ചേട്ടനെ പറ്റിച്ചിട്ട് പോയതോ ഒരു വലിയ കാശാരി. ആ കാശാരി പോരാത്ത നിന്റെ കുടുംബക്കാരി ബെസ്റ്റ്. അതൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് ഇഷ്ടമാന്ന് ഞാൻ പറയും. നിന്നെ കണ്ട പുള്ളിക്ക് തിരിച്ചറിയുന്ന പോലും സംശയം. അപ്പോഴാ നീ ഇഷ്ടം പറയാൻ പോണേ. നീ എങ്ങനെ പറയും? അതൊക്കെ ഞാൻ പറയും. എന്റെ കർത്താവ് യൂദാസ്ലിഹ എനിക്കൊരു വഴി കാണിച്ചു തരും. കാണിച്ചു തരില്ലേ? ആഹാ, നിങ്ങൾക്ക് ഇതൊക്കെ നന്നാക്കാൻ അറിയാവോ? ഇത് വല്ലതും അറിഞ്ഞിട്ടാണോടി? കാറ് കേടാവുന്നു, നമ്മൾ ബോണറ്റ് പൊക്കി നോക്കുന്നു. എല്ലാരും എല്ലാം അറിഞ്ഞിട്ടാണോടി? കാശ് കൊടുത്ത് പുതിയ കാർ മേടിക്കാതെ പൊട്ട കാറും കൊണ്ട് ഇറങ്ങിക്കോളും. നന്നാക്കിട്ട് വന്നാൽ മതി, ഞാൻ നടന്നു പോവാം. എന്തു പറ്റി ഡോക്ടറെ? വണ്ടി പണിയാക്കിയാ? ഗിരിയോ, വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ്. ഇനി വല്ല ടാക്സിയും വിളിക്കണം. ഓ, ഇനിയിപ്പോ ഇത്രയും ദൂരല്ലേ ഉള്ളൂ, ഞാൻ കൊണ്ടാക്കാം. വാ, കയറിക്കോ. താങ്ക് യു. ഗിരി, ഒരു മിനിറ്റ്, ഞാൻ ചാവി ഒന്ന് എടുത്തോട്ടെ. ഞാൻ ഈ വണ്ടി ഒന്നും എടുക്കാനില്ലല്ലോ അല്ലേ? എന്തേ, നടന്നു പോണില്ലേ? എവിടെ പോയിട്ട് വരുന്ന വഴിയാ? നമ്മുടെ പനക്കലെ ഫ്രാൻസിസിന്റെ മോളുടെ കല്യാണത്തിന് പോയിട്ട് വരുവാ. ഓ, ഞാൻ കേട്ടു. റെക്കോർഡ് ശ്രീധനായിരുന്നില്ലേ? പിന്നെ
200 പവനും എന്റെ കാറും. ഡോക്ടറെ, നിങ്ങൾ ഈ കാശുകാരി സ്ത്രീധനം കൂട്ടി എങ്ങോട്ടാ പോകുന്നു? നാണാവൂലേ നിങ്ങൾക്ക്? പെട്ടുപോണത് പാവങ്ങളാ. നമ്മുടെ ആ ഗോപാലന്റെ പെൺമക്കൾ 3. അയാളെ പോലെ പാവങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് ഈ സ്ത്രീധനം കൊടുക്കുന്നവരെയും വാങ്ങുന്നവരെയും കാണുന്നതേ കലിയാ. അത് പിന്നെ ഗിരിയെ പോലുള്ളവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഈ പാവങ്ങളെ സഹായിക്കാനും സമൂഹ വിവാഹം നടത്താനും ഒക്കെ അല്ലേ? ആ നിർത്തടാ. ആ നിർത്തടാ. എന്താടാ വണ്ടിയില്? കുറച്ച് ചാണകം സാറേ. ചാണകോ? ആ വണ്ടിയുടെ ബുക്കും പേപ്പറും എടുത്ത് സാധനം എടുത്തില്ലടാ. നീ എന്താടാ പുറത്തോട്ട് ഇറങ്ങത്തില്ലേ? നിന്റെ കാലെന്താടാ തളർച്ചയാണ്? ആരാ സാറേ? എസ് ഐ ജോർജാണോ? സാറിന്റെ പേര് പറയടാ. എന്താടോ അവിടെ? സാറേ, ഏതോ ഒരു കിരി, അവന് പുറത്തോട്ടിറങ്ങാൻ വലിയ പ്രയാസമാണെന്ന്. എന്തിനാണ് വെറുതെ ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളത് നിർബന്ധിച്ചിറക്കണേ? അവനോട് വിട്ടു പോകാൻ പറയടോ. കുറച്ച് ചാണകം എടുക്കട്ടെ? വേണ്ട, കണ്ടാത്തോണ്ട. അല്ല, ഗിരിക്ക് എസ് ഐ നേരത്തെ പരിചയമുണ്ടോ? പണ്ട് വിപ്ലവം തലയ്ക്ക് പിടിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ തമ്മിലൊന്ന് ഉരസിയതാ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഞങ്ങൾ രണ്ടാൾ അകത്തായിരുന്നു. അയാൾ ICUയിലും ഞാൻ ജയിലിലും. എസ് ഐ സോമശേഖരനെ ഇടിച്ച് പൊട്ടക്കിണറ്റിലുള്ള പ്രതി ആടുതോമ. പപ്പ, ഓ, എന്നെ കിട്ടുന്ന ആൾക്ക് പപ്പ എത്ര രൂപ സ്ത്രീധനം കൊടുക്കും? അതെന്നാടി മോളെ നീ അങ്ങനെ പറഞ്ഞേ? ഞങ്ങൾക്കുള്ളത് മുഴുവൻ നിനക്കല്ലേ, എല്ലാം കൊടുത്തേക്കാം സ്ത്രീധനായിട്ട്, പോരെ? 10 പൈസ കൊടുക്കരുത്. അഥവാ അങ്ങനെ ആരെങ്കിലും വന്നാ അവർക്ക് അമ്മ കെട്ടിച്ചു കൊടുത്തോ? പ്രതികരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. TV ഓഫ് ചെയ്ത് പോയിട്ട് തുടങ്ങുവച്ചേ. അത്താണിയിൽ നിന്ന് സുമ എഴുതുന്ന കത്ത്. ഇതെങ്ങനെ ശരിയാകും? പൂജ വലിയ വീട്ടിലെ കുട്ടിയല്ലേ? ഗിരി ഒരു പാവം കർഷകനല്ലേ? ഒരു ഡോക്ടർ ഒരു കർഷകനെ കെട്ടിയെന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ മയ്യനാട്ടിൽ നിന്ന് ഫാത്തിമ എഴുതുന്നത്, ആരെന്ത് പറഞ്ഞാലും ആ കുട്ടിക്ക് അയാളെ ഇഷ്ടമാണ്, അതല്ലേ പ്രധാനം. തിരൂരിൽ നിന്ന് സുന്ദരൻ കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുന്നു. ആ കുട്ടിക്ക് ഇഷ്ടമാണ് എന്ന് വെറുതെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അവൻ എവിടെയാ താമസിക്കുന്നതെന്നെങ്കിലും പൂജയ്ക്ക് അറിയാമോ? പൂജ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നാൽ അവനെ വേറെ ആരെങ്കിലും കയറി പ്രേമിച്ചാലോ? നിങ്ങൾ കഴിഞ്ഞ ആഴ്ച സംപ്രേഷണം ചെയ്ത ചിത്രഗീതം പരിപാടിയിൽ സ്ഫടികം എന്ന സിനിമയിലെ മോഹൻലാലും സിൽക്ക് സ്മിതയും അഭിനയിച്ച ഏഴിമല പൂഞ്ചോല എന്ന ഗാനം ഇടയ്ക്ക് വെച്ച് നിന്നുപോയത് വളരെ മോശമായി പോയി. ഇനിയും തുടർന്നു വരുന്ന ചിത്രഗീതങ്ങളിൽ ആ ഗാനരംഗം മുഴുവനായും കാണിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സുഗുണൻ കുണ്ടറയിൽ നിന്നും. സുഗുണന്റെ ഇത്തരം സന്ദർഭങ്ങളിൽ അന്ന് വരെ നല്ല അന്തസ്സായിട്ട് കടന്നിറങ്ങിയിരുന്ന ഞാനാ അന്നു മുതൽ നിദ്രാദേവി എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിറ്റേന്ന് തന്നെ ഗിരിയേട്ടന്റെ വീട് കണ്ടുപിടിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ ടോമിച്ച, തന്നോട് ഇത് എത്ര തവണ പറയണം? താൻ ഈ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടണോ? ഇങ്ങോട്ട് പാടോ. ഈ കേരളത്തിന്റെ ഹരിതാഭയും ഈ പച്ചപ്പൂ ഈ ഊഷ്മളതയും ഇത് വല്ലോ അവിടെ കിട്ടുകൂടോ? താൻ ഇഞ്ഞ് വാടോ. ടോമിച്ച, ഒറ്റ മിനിറ്റ്. മോളിതെങ്ങോട്ടാ? പുറത്തേക്ക് ഒരാളെ കാണാൻ. ഇപ്പൊ പോണ്ട മോളെ, നല്ല മഴ വരുന്നുണ്ട്. അത് സാരല്ലോ അപ്പേ, ഞാൻ മഴയ്ക്കും വന്നോളാം. പറഞ്ഞാ കേക്ക് മോളെ. ഇപ്പൊ പോവണ്ട. എനിക്കിപ്പോ പോണം. ഇപ്പൊ പോവണ്ട. ഇതെന്തിപ്പം പോയാ? ഞാൻ പറഞ്ഞാണല്ലോ രാവിലെ പോണ കാര്യം. പൊയ്ക്കോ. എടോ ടോമിച്ച, ചാച്ചാ.